ഞങ്ങൾ അവന്റെ അച്ഛനെ അമ്മയെ വിളിച്ചു. അവരാ ഞങ്ങളോട് സത്യം പറഞ്ഞത്. അതേടാ, മഞ്ചാടിയെ അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഞങ്ങൾ തന്നെ. പക്ഷേ അവൾ ഇന്നലെ രാത്രി ആരും കാണാതെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി. നിങ്ങളുടെ സഹായമില്ലാതെ മഞ്ചാടിക്ക് ഇത്രയും സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൾ എവിടെയുണ്ടെന്ന് പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഈ ഭീഷണിയൊക്കെ അങ്ങ് കൈവച്ചാൽ മതി. മുരുകനത് കുറെ കണ്ടിട്ടുള്ളതാ. മഞ്ചാടി ചാടി പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്ക. അവളെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവും. ആ ഉത്തരവാദിത്വം തന്നെയാടാ ഞങ്ങൾ കാണിക്കുന്നത്. നിന്റെ കൊട്ടേഷൻ ഏർപ്പാടിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. അധികം വെള്ളച്ചിലൊക്കെ എല്ലാത്തിനും കൂടി നിന്നൊക്കെ പിടിച്ച് ആറ്റണം ഞങ്ങൾക്കറിയാം. കൈയെടുക്കടാ. മുരുകന്റെ കൊട്ടേഷനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. ഇത് കണ്ട മുരുകന്റെ ദേഹത്ത് തൊട്ടാ ഇത് പൊള്ളക്കി തരും. എങ്കിൽ കേരള വേണ്ട, ഇവരെ പിടിച്ച് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. ആ, പോലീസിനെ വിളിക്ക്. മഞ്ചാടിക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയണം. എന്റെ സാറേ, നിങ്ങൾ ആദ്യം മഞ്ചാടിയെ കാണാനില്ലെന്ന കാര്യം പോലീസിനെ വിളിച്ച് അറിയിക്കേ. ഇല്ലെങ്കിൽ ആ കൊച്ചു വല്ല കായലിലെ കുളത്തിൽ ചാടി ചാവും. ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല. രഘുവാണല്ലോ. ശരി, നിങ്ങൾ കേട്ടോ, ഞങ്ങളൊരു സംശയം തീർത്താം. ആ, ഹലോ, വണ്ടി എടുക്കടാ. വേണ്ടേ പറഞ്ഞോ. ദാസങ്ങൾ എന്തായി? മഞ്ചാടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല രഘു, ഞങ്ങള് ജീവൻരായന്റെ കൂടെ നിന്നവരെ ഒന്ന് പിടിച്ചു വരട്ടി നോക്കിയതാ. പക്ഷെ അവർക്കൊന്നും അറിയില്ലെന്ന് അവർ പറയുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകണല്ലോ. ആ ജീവൻരാജന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വന്നിരുന്നു. ആണോ? എന്നിട്ട് മഞ്ചാടി പിടിച്ചോണ്ട് പോയതും പിന്നെ ജീവനെ പോലീസിന് ഒറ്റിക്കൊടുത്തതും നമ്മളാണെന്ന് അവരമ്മാവനോട് പറഞ്ഞു. ഓ, പണിയായല്ലോ. ഈ മഞ്ചാടിയെ കാണാനില്ലെന്നുള്ള കാര്യം അണ്ണൻ അറിഞ്ഞോ? ഇല്ല, അത് ഞാൻ അമ്പിളിയോട് പോലും പറഞ്ഞിട്ടില്ല. അമ്മാവന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങാം. മഞ്ചാടി ദാസങ്ങളുടെ കസ്റ്റഡിയിലുള്ളതുകൊണ്ട് ജീവൻരാജനെ വെറുതെ വിടണമെന്ന് പറയാനാ പോകുന്നത്.